ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മൾ പരിചയപ്പെടാൻ പോണത് ഇന്ന് 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു ബേസ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ. അപ്പൊ അത് നന്നായിട്ട് എല്ലാവരും പഠിക്കുക. അത് പഠിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് എൻ്റെ വീഡിയോസുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ ചാപ്റ്ററിലോട്ട് വരിക. കൂടാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ബാലൻസ് ആയിട്ടാണ് ഈ വരുന്ന ചാപ്റ്റർ. ഇപ്പം 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലെയും കാര്യങ്ങൾ ഇനിയിപ്പോ പോയി പഠിക്കുക സമയമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി അവർ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്തു തുടങ്ങാം. അതിനു മുമ്പേ ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കണക്കിലോട്ട് പോവാം. ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന കണക്കാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ രീതി ചെയ്യാനുള്ള കണക്കാണ്. നമുക്ക് ചെയ്തു പോകാം. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എൻ്റെ കൂടെ അങ്ങ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് 43 ഗുണം 47 ഒന്നുമില്ല. 43 നമുക്ക് 40 പ്ലസ് 3 ഇൻറ്റു 40 പ്ലസ് 7 എന്ന് എഴുതാം അല്ലെ. ഇനിയത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തണം, 40ന്റെ സ്ക്വയർ പ്ലസ് അടുത്തത് 3ഉം 7ഉം അല്ലേ. അപ്പൊ 3 പ്ലസ് 7 ഇൻറ്റു 40 അടുത്തത് പ്ലസ് ഇനി ഈ 3ഉം 7ഉം കൂടെ എന്ത് ചെയ്യാം, 3 ഗുണം 7. രണ്ട് കണക്ക് അടുപ്പിച്ച് ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാവും. 40ന്റെ സ്ക്വയർ എത്ര, 1600 പ്ലസ് 3 പ്ലസ് 7 10, 10 ഗുണം 40 400 പ്ലസ് 7 ഗുണം 3 21. അതായത് ഇതെല്ലാം കൂടെ കൂട്ടാൻ നേരം 2021. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 63 ഗുണം 67, 63 ഗുണം 67 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 പ്ലസ് 3 ഇൻറ്റു എന്താണ് 60 പ്ലസ് 7. അത് എന്ത് ചെയ്താം കൂടെ പറഞ്ഞു, 60ന്റെ സ്ക്വയർ പ്ലസ് 3 പ്ലസ് 7 ഇൻറ്റു 60 പ്ലസ് എത്ര 3 ഗുണം 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 60ന്റെ സ്ക്വയർ 3600 പ്ലസ് 7 പ്ലസ് 3 10 ഗുണം 60 എത്ര 600 പ്ലസ് 7 ഗുണം 3 21. ഇതെല്ലാം കൂടെ കൂട്ടാൻ നേരം നമുക്ക് എത്ര കിട്ടും, 4221. സംഭവം മനസ്സിലായ ഓക്കെ അല്ലേ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കണക്കുകളും കൂടെ ചെയ്തു നോക്കാം. ബാക്കി 51 ഗുണം 52 81 ഗുണം 82 അതും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. എല്ലാവരും ഒന്ന് നോക്കുക. വളരെ സിമ്പിൾ ആണ്. അപ്പം അടുത്ത കണക്ക് എത്രയാണ്, 51 ഗുണം 52 ദാറ്റ് എങ്ങനെ വരും, 50 പ്ലസ് 1 ഗുണം 50 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 50ന്റെ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 50 പ്ലസ് 1 ഗുണം 2. 50ന്റെ സ്ക്വയർ 2500 പ്ലസ് 1 പ്ലസ് 2 എത്ര, 1 പ്ലസ് 2 3, 3 ഗുണം 50 എത്ര 3 ഗുണം 50 പ്ലസ് എത്ര 2 ഗുണം 1 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2500 പ്ലസ് 5 ഗുണം 3 15 0 ഗുണം 150 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2652. സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ. 81 ഗുണം 82 കൂടെ നമുക്കൊന്ന് ചെയ്യാം. 81 ഗുണം 82 81 ഗുണം 82 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 പ്ലസ് 1 ഇൻറ്റു 80 പ്ലസ് 2 അടുത്ത് എന്ത് വരും, 80ന്റെ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 80 പ്ലസ് 1 ഗുണം 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8ന്റെ സ്ക്വയർ എത്ര 60, അപ്പൊ 6400 പ്ലസ് 3 ഇൻറ്റു 80 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6400 പ്ലസ് 83 എത്ര 24. ഈ 0 കൂടി ഇടുമ്പോൾ 240 പ്ലസ് 2 2400 240 2640 പ്ലസ് 2 6642. ദിസ് ഈസ് ദ ആൻസർ. മനസ്സിലായില്ലേ, സിമ്പിൾ അല്ലേ. അത് 2-3 കണക്ക് ഇങ്ങനെ ചെയ്തു പോയാൽ മതി. അതൊന്ന് ഒന്ന് 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 ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പം ബാക്കി 2 വലിയ പ്രോബ്ലം ഉണ്ടല്ലേ. നിങ്ങൾ വിചാരിക്കും ഈ സിമ്പിൾ ആയിട്ടുള്ള 4 പ്രോബ്ലം ഞാൻ ചെയ്തിട്ട് ടഫായിട്ടുള്ള നിങ്ങൾക്ക് തരുവാണെന്ന് വിചാരിക്കും. അങ്ങനൊന്നും വിചാരിക്കരുത്. ടഫൊന്നും അല്ലത്, ടഫല്ല. അതൊരു 3 ഡിജിറ്റ് ആണെന്നേ ഉള്ളൂ. അപ്പൊ ഈ 2 ഡിജിറ്റ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഹോംവർക്ക് എന്നുള്ള രീതിയിൽ തരികയാണ്. നിങ്ങളത് ചെയ്തതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യുക,
ഒന്ന് കമന്റ് സെക്ഷനിൽ അതിന്റെ ആൻസർ രേഖപ്പെടുത്തുക. അല്ലെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റിൽ ചോദിക്കാം, ഞാനത് ക്ലിയർ ആക്കി തന്നിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഭാഗത്തിൽ തന്നെ അടുത്ത സെക്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചതാണ്. ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിരിക്കുന്നത്, റിവൈസ് ചെയ്യാൻ വേണ്ടി അവർ തന്ന ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ അകത്ത് തന്നെ അടുത്ത സെക്ഷനാണ് ഈ കിടക്കുന്നത്. ഇവിടെ നമ്പർ അല്ല, നമ്പറിന് പകരം എന്താണ്, ഇവിടെ ഓൾജിബ്ര ആണ് അല്ലെ. ഇവിടെ നമ്പറിന് പകരം എന്താണ് തന്നിരിക്കുന്നത്, കുറെ ഇക്വേഷൻ പോലത്തെ സാധനം അല്ലെ. ഇത് കണ്ട നമ്പറിന് പകരം നമുക്ക് ഇതൊന്ന് ചെയ്യും, ഇതാണ് വേണ്ടത്. അതിനു മുമ്പേ ടെക്സ്റ്റ് ബുക്കിൽ ഒരു നിയമമാണ് ഈ തന്നിരിക്കുന്നത്, ആദ്യം തന്നിരിക്കുന്നത് അല്ലെ. ഇവിടെ പറഞ്ഞ ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അതായത് എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. ഈ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായ ഇത് നമുക്ക് കിട്ടുന്നതെന്നാണ് അവർ പറയുന്നത്. ദാറ്റ് ഈസ് ദ റൂൾ. എന്താണ് ഫസ്റ്റ് ഡിഗ്രി, എന്താണ് സെക്കൻഡ് ഡിഗ്രി എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാൻ പറ്റാത്തൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് പോയി കാണും. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അങ്ങനെ ആണെങ്കിൽ ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 5 ഇപ്പൊ ചെയ്തതുപോലെ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5, ഇത് രണ്ടും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. എന്തുകൊണ്ടാ, ഇവിടെ എക്സിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ എക്സിന്റെ പവർ 1 ആണ്, ഇവിടുത്തെ എക്സിന്റെ പവർ 1 ആണ്. therefore ദിസ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഇത് രണ്ടും കൂടെ നമുക്ക് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടണം, ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനം അല്ലെ, ഗുണനഫലം അല്ലെ. പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടുന്നുണ്ടോ നോക്കാം. ഇപ്പൊ പഠിച്ചതുപോലെ നമുക്ക് ഇതൊന്നും ചെയ്യാം മക്കളെ. എക്സ് എക്സ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, എക്സ് സ്ക്വയർ പ്ലസ്, പിന്നെ നമ്മൾ എന്ത് ചെയ്തത്, ഈ 2ഉം 5ഉം കൂടെ ഗുണിക്കും അല്ലെ. അപ്പൊ എന്ത് 2 + 5 ഇൻറ്റു എന്താണ് എക്സ് പ്ലസ്, ഇനി ഈ 2ഉം 5ഉം കൂടെ ഗുണിക്കുക. അപ്പൊ 2 ഇൻറ്റു ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2 + 5 എത്ര, 7. എന്തുണ്ട്, എക്സ് പ്ലസ് 5 × 2 10. ദാറ്റ് ഈസ് ദ സെക്കൻഡ്. അപ്പൊ ഈ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് കിട്ടി. മനസ്സിലായ, ക്ലിയർ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കുക. അതിൻ്റെ അകത്തൊരു മൈനസ് ഉണ്ടെന്നുള്ള കുഴപ്പമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ അകത്തൊരു മൈനസ് ഉണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ എന്താണ്, എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5. മൈനസ് വരുന്നതിന് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുക. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് 5. കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ, പ്ലസ് രണ്ടും പ്ലസ് ആക്കി. ഇനി നമ്മളിത് ഇപ്പൊ പഠിച്ച പോലെ തന്നെ എക്സ് എക്സ് എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് അടുത്ത എന്തുവാ 2 മൈനസ് 5 അല്ലെ. അപ്പൊ 2 മൈനസ് 5 എക്സ് പ്ലസ്, ഇനി ഇത് രണ്ടും കൂടെ ഗുണിക്കണം, 2 ഇൻറ്റു മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 മൈനസ് 5 എത്ര, -3. എന്ത്, എക്സ് പ്ലസ് 2 ഇൻറ്റു മൈനസ് 5 എത്ര, -10. പേടിക്കേണ്ട കാര്യമില്ല, പ്ലസ് ഇൻറ്റു മൈനസ് ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്, -3x പ്ലസ് ഇൻറ്റു മൈനസ് -10. ദിസ് ഈസ് ദ സെക്കൻഡ്. ഈ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സെക്കൻഡ് ഡിഗ്രി. ഒരെണ്ണം കൂടെ ഞാൻ ചെയ്യാം, ഇതും കൂടെ ഞാൻ ചെയ്യും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഹോംവർക്ക് ചെയ്ത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും. ഓക്കെ, എല്ലാം ഞാൻ തന്നെ പറഞ്ഞു തന്നാൽ, ഇല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പറഞ്ഞു തന്നാൽ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്തില്ല, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നോട് പറയുക, ഞാനതും നിങ്ങൾക്ക് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, അടുത്ത കണക്കിൽ എന്തുവാ പറഞ്ഞിരിക്കുന്നത്, ഇത് തന്നെയാണ്. നോക്കിയ ക്വസ്റ്റ്യൻ എന്താണ്, ഞാൻ ആ ക്വസ്റ്റ്യൻ വന്ന ഇതാണ്, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5. ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, എക്സ് പ്ലസ് -2 ഇൻറ്റു എക്സ് പ്ലസ് 5. പ്ലസിനെ മാറ്റണ്ട, പ്ലസ് ആക്കുവാണല്ലോ, മൈനസിനെ ഒന്ന് മാറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ നമുക്ക് മാറി കിട്ടും, അതുകൊണ്ട് മാത്രമാണ്. അത് ഇനി നമ്മൾ എക്സ് എക്സ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ, അടുത്ത എന്തുവാ പ്ലസ് എന്താണ് -2 + 5 ഇൻറ്റു എന്താണ് എക്സ് പ്ലസ്, ഇനി -2ഉം 5ഉം കൂടെ ഗുണിക്കുക. അപ്പൊ -2 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് -2 + 5 എത്ര, 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 3x പ്ലസ് -2 ഇൻറ്റു 5 എത്ര, -10. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ എന്ത് വരും, ഫൈനൽ ആൻസർ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 3x, ഈ പ്ലസും മൈനസും കൂടെ എന്താവും, -10. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. സിമ്പിൾ അല്ലേ. ഇത് വീഡിയോ കണ്ടു മാത്രം ഇരിക്കരുത്, ദയവേത് നിങ്ങളൊന്ന് ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തതിന് ശേഷം ഒന്ന് എഴുതി നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്കത് ഫ്ലോ കിട്ടത്തില്ല, അത് ഉറപ്പാണ്, അത് ഉറപ്പുള്ള കാര്യമാണ്. മാത്സ് ഒരു കാരണവശാലും നോക്കി പഠിക്കുകയോ വായിച്ചു പഠിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. മാത്സ് എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാലും നിങ്ങൾ അത് എഴുതി തന്നെ പഠിക്കണം. എങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ആ ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ.
ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് അല്ലെ, ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻസുകളെല്ലാം തീർന്നു. അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ഭാഗമായിട്ട് കാണാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണേണ്ടത്. അതുവരേക്കും ഗുഡ് ബൈ.